കാണിക്ക്. നിനക്ക് നാവൊന്നുമില്ലേ? എന്റത് ഹാഡ്. നമ്മളിങ്ങനെ വെറുതെ ഇവിടെ കുത്തിരുന്നിട്ട് എന്താ കാര്യമോ? ഇടയ്ക്കൊരു ടൂറെല്ലാം പോണോ? ഞാൻ റെഡിയേ. ഇത് ഇങ്ങനെ ഇവിടെ കുത്തിരിക്കൂ, അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒടുക്കത്തെ പൈസ ആണല്ലോ ഇങ്ങനെ. ദൂരെയുള്ള ടൂറിനൊന്നും ഞാനില്ലടാ. ആന്തള നീ വരാത്ത, നീ ഇല്ലാണ്ട് എങ്ങനെയാ? ഇല്ലടാ, ഭാര്യയ്ക്ക് വിഷമം. ഞാനില്ലാതെ അവൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഉണ്ട പഴയ സാമ്പാറും ചോറും ഓൾക്ക് കളയാൻ പഠിച്ചിട്ടാണ്. അതിന് അതെല്ലാം ഇവനെ കൊണ്ട് തീറ്റിക്കല ഓള്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീ എന്ത് വരുന്നത്? എത്ര സമയം ഇതിനെ കാത്തിക്കുന്നടാ? ഒന്നും പറയണ്ടടാ, ടി വിയിലൊന്നും കിട്ടുന്നില്ല, ന്യൂസും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരുത്തനെ വിളിച്ച് വരുത്തിയിട്ട് മേലെ കയറിയിട്ടുണ്ടോ മറ്റേ കൊട തിരിക്കുന്നു, മറിക്കുന്നു, ചെരിക്കുന്നു, എന്നിട്ട് കുറേ സമയം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി സമയമായ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തേണ്ടതാ. എല്ലപ്പാ എന്നിട്ട് ശരിയായോ? ഏടെ ശരിയാകാനടാ, ഞാനും അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങ് വന്നു. നീ അതെല്ലാം ഒഴിവാക്കടാ. ഈ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കേബിൾ രാജേഷില്ലേ, അവനെ പോയി കാണും, പുതിയ കണക്ഷൻ എടുക്കും. അല്ല, അതിലെല്ലാ ചാനലും കിട്ടുവാ? അത് കേരള വിഷന്റെ സംഭവമാണ് മോനെ, അതിലെല്ലാം കിട്ടും. അങ്ങനെ ഒരു സാധനം ഉണ്ടാ? അതിന്റെ മുതലാളി ആരാന്ന്? ഏത് രാജ്യക്കാരനാന്ന്? നമ്മളിതൊന്നും അറിയില്ലല്ലോ മോനെ. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അവരുടെ തൊഴിലാളികൾ തന്നെയാണ് അതിൻ്റെ മുതലാളിമാർ, അല്ലാതെ വൻകിട കുത്തക മുതലാളിമാരൊന്നുമല്ല. എടാ, കേരള വിഷൻ എങ്ങനെ വന്നതെന്ന് അറിയാം? കുത്തക മുതലാളിമാരുടെ മത്സരങ്ങൾക്കിടയിൽ ഗവൺമെന്റിന് എതിരായും മറ്റു പല പ്രശ്നങ്ങൾക്കിടയിലും സമരം ചെയ്തും മറ്റു പലതും അനുഭവിച്ചുമാണ് കേരള വിഷൻ കേരളത്തിൽ 1-ാം സ്ഥാനത്തും ഇന്ത്യയിൽ 5-ാം സ്ഥാനത്തും എത്തിയത്. അത്രയ്ക്ക് വലിയ സംഘടനാ ശേഷിയുള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വളർന്ന് പന്തലിക്കാൻ സാധിച്ചത്. നിങ്ങൾക്കറിയോ, കേരളത്തിലെ 35 ലക്ഷം ടി വി കണക്ഷനും 15 ലക്ഷം ഇന്റർനെറ്റും അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ അടിപൊളി സർവീസ്. ഹലോ മോളെ, എന്തായി? അത് ശരിയായാ? ശരിയായില്ലെങ്കിൽ അവനോട് വെച്ച് പോകാൻ പറ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കേരള വിഷയൻ്റെ എന്തെല്ലോ സംഭവം ഉണ്ട് പോലും, നമുക്ക് അതെടുക്കാം. അതിൽ മറ്റേ നെറ്റും കുറ്റും എന്തെല്ലോ സംഭവം ഉണ്ട്, നീ എന്ന് പറഞ്ഞില്ലേ, എന്തെല്ലോ ഉണ്ട് പോലും. അവനോട് പോകാൻ പറ, നമുക്കത് ശരിയാക്കാം. നീ അങ്ങനെ പറഞ്ഞേ. ശരി, ഓക്കെ. പറഞ്ഞ് നാക്കെടുത്തില്ല, അതാ പഹയം പോന്ന. ഇങ്ങോട്ട് വൈകോ രാശേ, ഇങ്ങോട്ട് വാ. എല്ലാ സംശയം തീർത്തത്. എടാ രാശി വാടാ. എല്ലാരും കൂടി എന്താ പരിപാടി? എന്റെ ചാനലിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചങ്ങാതിമാർ തേച്ചുണ്ട്. അല്ലപ്പോൾ ഇതെല്ലാം എന്താ പറയണ്ടേ? ഇതെല്ലാം ലോകം മുഴുവൻ എല്ലാം പരന്ന് കിടക്കുന്നതല്ലേ. കൂടി കേട്ടോ, നമ്മൾ നെറ്റും കേബിളും മാത്രമല്ല, നമ്മളിപ്പോൾ പുതുതായിട്ട് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ കൂടി നമ്മൾ കടക്കാൻ പോവാ, കടന്നിട്ടുണ്ട് ഇപ്പോൾ. അല്ലപ്പോ ഈ ഊർജ മേഖല എന്ന് പറഞ്ഞാൽ? അല്ല, ഊർജ്ജ സംരക്ഷണം എന്ന് പറഞ്ഞാൽ സോളാർ, നമ്മൾ കേരള വിഷൻ സോളാർ. പിന്നെയോ? എല്ലാം പറഞ്ഞുതരാം, നീ കുറച്ചങ്ങോട്ട്. നമ്മളിപ്പം പുതുതായിട്ട് ടൂറിസം മേഖലയിലും കൂടി കടന്നിട്ടുണ്ട്. ഈ കേരള വിഷൻ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എടാ പൊട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടൂർ പോകുന്ന കാര്യം, അത് തന്നെയാണ് അവരുദ്ദേശിച്ചത്. നമ്മളെ ഫസ്റ്റ് ടൂറ് രാജേഷിനോടൊപ്പം തന്നെ. അങ്ങനെ ശുക്കൂർക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്നു അല്ലേ, നമ്മളെ കേരള വിഷന്റെ വിഹാരയിലൂടെ. പിന്നെ വേറെ എന്തെല്ലാം ഉള്ളേ? കേക്കട്ടെ, അതും കൂടി കേട്ടിട്ട് പോയി കളയാം. അതെ, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ജ്വാല, കേരള വിഷന്റെ ജ്വാലയാ ഇങ്ങനെ ഞാനും സഹായിച്ചത്. എന്നാ നിന്റെ ഉള്ളിലുള്ളത്? ഈ ജ്വാല, കേരള വിഷന്റെ ജ്വാല കണ്ടാ, ഇത് നമ്മളെ വീട്ടിലെ വേസ്റ്റ് മാലിന്യങ്ങൾ കത്തിച്ച് ചാരമാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ വേസ്റ്റെല്ലാം വലിച്ചെറിഞ്ഞില്ല, അത് കത്തിച്ച് ചാരാക്കുന്ന ഒരു സംഭവമാണ് ജ്വാല. അത് കേരള വിഷൻ പുതുതായിട്ട് നമ്മൾ തുടങ്ങിയ ജ്വാല. ഇത് കണ്ടില്ലേ ശുക്കൂർക്ക, ഇത് കണ്ടില്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കെ വി സോളാർ. നമ്മളിത് പിന്നെ ഊർജ്ജ മേഖലയിൽ നേരത്തെ ശുക്കൂർക്ക പറഞ്ഞ കേസാണിത്. നമ്മളെ
78,000 വരെ സബ്സിഡി ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഇത്, അതായത് ഇനി കറണ്ട് ബില്ല് നമുക്ക് പേടിക്കുകയോ വേണ്ട. ഈ സാധനം നമ്മൾ വീട്ടിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് ഒരു പേടിയും വേണ്ട ഇതിനകത്ത്. ഇതെന്താന്ന് ചൊട്ടയാ ഈ ഒരു സാധനം വന്നിട്ടുണ്ട് ഇതിന്. അത് ചൊട്ടയല്ല മോനെ, അത് ചൊട്ടയല്ല. പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ആംബുവൺ. ആംബുവൺ എന്ന് പറയുമ്പോൾ നമ്മൾ എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് ആംബുലൻസ് വിത്തിൻ സെക്കൻഡ് ഈ ഒരു സംഭവം ഒരു ഇതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസ് ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തും. അപ്പോൾ നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കേരള വിഷൻ ചെയ്തൊരു ഉപകാരം ഇത് കേരള വിഷൻ്റെ ആംബുവൺ. ആംബുലൻസിന്റെ കാര്യമൊക്കെ വളരെ സൂപ്പറാണ് രാജേഷേ. പക്ഷെ എന്താ ഇപ്പോഴത്തെ ഓരോരോ വണ്ടിക്കാരുണ്ട്, ആംബുലൻസിന് പോലും സൈഡ് കൊടുക്കാതെ ഓരോ പോക്കാ. ഈ എല്ലാവരെയും അതിൽ പെടുത്തണ്ട. ചില ആൾക്കാരെ ആറ്റിറ്റ്യൂഡല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന വിചാരം. ഒരു ചെറിയ പുക മതി, എല്ലാം തീരും. എല്ലപ്പോൾ നിന്റെ കഴിഞ്ഞാ ഇനിയും കുറേ ഉണ്ടാ. ബസ്സിലിട്ട് അങ്ങ് കണ്ണും കാണുന്നില്ല. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടാ നോക്കട്ടെ. എത്ര സമയമായി വന്നിട്ട് പഴാങ്ക് പഴം തൽക്കാലം അത്. ഇനി അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ രേഷാട്ടിന് പറ്റിയൊരു സംഭവം എന്താ അറിയാം? രേഷാട്ടിന്റെ മോളും +2 കഴിഞ്ഞല്ലേ. അതായത് ഇന്നത്തെ കുട്ടികൾ പുറത്തു പോയി വിദേശ പഠനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ ആരും ഉദ്ദേശിക്കുന്നില്ല, കേരളത്തിൽ പുറത്ത് പോയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. അതിനും കൂടി ഒരു സംഭവമുണ്ട്, അതും കൂടി ഞാൻ ഇപ്പം പറഞ്ഞുതരാം. വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ, അത് നല്ല കാര്യമാണ്. അപ്പോൾ കേരള വിഷൻ്റെ കാൻട്രസ്റ്റ് അക്കാദമി, അതാണ് അതിൻ്റെ പേര്. എല്ലാം ഒരു കുടക്കീഴിലായി അല്ല രാജേഷേ? അതന്നെ വളരെ കറക്റ്റ്. കേരള വിഷൻ ഒരു സംഭവം തന്നെ, പിന്നെ ഒരു സേവനവും കൂടി. നാളെ തന്നെ നീ എൻ്റെ വീട്ടിലേക്ക് നെറ്റും കേബിളുമായിട്ട് വാ, ഒന്നും നോക്കാനില്ല. മോനെ ഒരു മുത്തുമണികൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. TSP അതെന്നാടാ? കേരള വിഷൻ TSP ടോട്ടൽ സർവീസ് പ്രൊവൈഡർ. അതായത് നമ്മളെ ബിൽഡിങ്, അതായത് ഒരു ഷോപ്പിംഗ് മാളിലുണ്ടെങ്കിൽ കംപ്ലീറ്റ് അടുത്ത സെക്യൂരിറ്റി സിസ്റ്റം, അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം കൂടിയുള്ള സംഭവമാണ് TSP ടോട്ടൽ സർവീസ് പ്രൊവൈഡർ. ആ ബിൽഡിങ്ങിന് വേണ്ട എല്ലാ സംഭവവും നമ്മൾ ചെയ്തു കൊടുക്കും. പുതിയ ഇപ്പം ലോഞ്ച് ചെയ്തതാണ് കേരള TSP ടോട്ടൽ സർവീസ് പ്രൊവൈഡർ. അത് നമുക്ക് ബെസ്റ്റാണ്. മണ്ണാൻ കട്ട കാത്തിക്കാൻ വേണ്ടി സഭയില്ല. എനിക്ക് ഇപ്പം തന്നെ നീ എല്ലാം ശരിയാക്കി തരാം. അപ്പൊ വൈകിട്ടുള്ളവരോട് വൈകിട്ട് ഒരു പരിപാടിയില്ല. വൈകിട്ടെല്ലാം കേരള വിഷന്റെ ഒപ്പം. അതാണ് അതിന്റെ ബൂട്ടി.